മുഖത്ത് ഒരു പ്രശ്നമല്ല, പല തരത്തിലുള്ള പ്രശ്നങ്ങൾ കാരണം ബുദ്ധിമുട്ടുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കുള്ളതാണ് ഈ ഒരു ഫേസ് പാക്ക്. ഇത് നമുക്ക് എന്തൊക്കെ പ്രോബ്ലംസ് ഉണ്ടോ, ഡാർക്ക് സ്പോട്ട്സ്, ബ്രൗൺ സ്പോട്ട്സ്, അതുപോലെ തന്നെ മുഖത്ത് തരി തരിയായിട്ട് ചെറിയ കുരുക്കൾ ഉണ്ടാവാറില്ലേ, ഇതൊക്കെ കംപ്ലീറ്റ്ലി റിമൂവ് ചെയ്യാനായിട്ട് പറ്റുന്ന ഒരു ഫേസ് പാക്കാണ്. അതോടൊപ്പം സ്കിന്നിൽ വന്നിട്ട് നമുക്ക് സൺ ടാൻ, വെയിലേറ്റിട്ടുള്ള കരിവാളിപ്പുണ്ട്, അത് കാരണം സ്കിന്നൊന്ന് ഡള്ളായി ഡ്രൈ ആയി പോയിട്ടുണ്ട്, ഒന്ന് ഡാർക്കനായിട്ടുണ്ട്, അതൊക്കെ ഒന്ന് റിപ്പയർ ചെയ്ത് ശരിയാക്കി നമ്മുടെ നാച്ചുറൽ ഗ്ലോ നമുക്ക് തിരിച്ചു കൊണ്ടുവരണം എന്നാണെങ്കിൽ ഇതാണ് നിങ്ങൾക്ക് പറ്റിയൊരു ഫേസ് പാക്ക്. ഇതിനപ്പുറത്ത് നിങ്ങൾ വേറെ ഒരു ഫേസ് പാക്കും യൂസ് ചെയ്യേണ്ട കാര്യമില്ല. ഏതൊരു സ്കിൻ ടൈപ്പിനും എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്നൊക്കെ തന്നെ ഞാൻ ഈ വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. ഓയിലി സ്കിൻ, ഡ്രൈ സ്കിൻ, സെൻസിറ്റീവ് സ്കിന്നൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് പലതരത്തിൽ ഈ ഒരു ഫേസ് പാക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഓയിലി സ്കിൻകാർ യൂസ് ചെയ്യുന്ന പോലെ അല്ല ഡ്രൈ സ്കിൻകാർ യൂസ് ചെയ്യുന്നത്. സെൻസിറ്റീവ് സ്കിൻകാരാണെങ്കിൽ നിങ്ങൾ കുറച്ചും കൂടെ കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. അപ്പോൾ അതെന്തൊക്കെയാണെന്നൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. സോ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യരുത്, മുഴുവനും കണ്ടു നോക്കണം, എന്നാൽ മാത്രമേ നിങ്ങൾക്ക് കറക്റ്റായിട്ടുള്ള ഇൻഫർമേഷൻ കിട്ടുള്ളൂ. അവസാനം വരെ കണ്ടു നോക്കുക, തീർച്ചയായിട്ടും യൂസ്ഫുൾ ആയിരിക്കും. ഇതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഈ വീഡിയോ നിങ്ങൾക്ക് വളരെ വളരെ യൂസ്ഫുൾ ആയിരിക്കും. സോ ലൈക്ക് ചെയ്യാനും മറക്കണ്ട. ഒപ്പം തന്നെ എന്നെ ആരെങ്കിലും ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ വെൽക്കം ടു മൈ യൂട്യൂബ് ഫാമിലി. സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ. ഓൾറെഡി ഞാൻ നമ്മുടെ പാക്ക് പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ എൻ്റെ കയ്യിൽ എടുത്ത് വെച്ചേക്കാണ്. ഇതിന് നമുക്ക് ഫേസിലോട്ട് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മാത്രം മതി. ഈ ഒരു പാക്ക് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നതെന്ന് നോക്കാം. ആദ്യം തന്നെ നമുക്ക് വേണ്ടത് ഒരു ക്ലീൻ ആയിട്ടുള്ള ബൗളാണ്. അതിലോട്ട് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ട ഫസ്റ്റ് ഇൻഗ്രീഡിയൻറ്റ് അരിപ്പൊടിയാണ്. അരിപ്പൊടി എല്ലാവരുടെ വീട്ടിലും അവൈലബിൾ ആയിട്ടുള്ള ഒരു സാധനമാണ്. പിന്നെ നമുക്ക് ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. വീട്ടിൽ തന്നെ ചെയ്യണം എന്നാണെങ്കിൽ പച്ചരി എടുക്കുക, നന്നായിട്ട് 3-4 തവണ കഴുകുക, കുതിർക്കുക, വെള്ളമൊക്കെ മാറ്റിയിട്ട് ഉണക്കി പൊടിച്ച് വയ്ക്കുക. അത് നമുക്ക് ഫേസിൽ യൂസ് ചെയ്യാൻ ഭയങ്കര നല്ലതാണ്. ഫ്രീസറിൽ സൂക്ഷിക്കണം കൂടുതൽ ദിവസം വെച്ചിരിക്കുകയാണെങ്കിൽ. അത്രയേ ഉള്ളൂ, സിമ്പിളാണ്. പിന്നെ നമുക്കിത് പുട്ടിൻ്റെ പൊടി, പത്തിരിയുടെ പൊടിയൊക്കെ നമുക്ക് കിട്ടുന്നുണ്ടെങ്കിൽ അത് ഫ്രിഡ്ജിലൊന്നും സ്റ്റോർ ചെയ്യേണ്ട കാര്യമില്ല. അത് വറുത്ത അരിപ്പൊടിയാണ്, അത് നമുക്ക് അങ്ങനെ തന്നെ യൂസ് ചെയ്യാം. ഇനി രണ്ടാമത്തെ ഇൻഗ്രീഡിയൻ്റ് ആയിട്ട് ചേർത്ത് കൊടുത്തത് തേനാണ്, ഹണി നമുക്ക് എന്തിനാണ് യൂസ് ചെയ്യുന്നതെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. നമുക്ക് സ്കിന്നൊന്ന് ഗ്ലോ ആവാനും ബ്രൈറ്റ് ആക്കാനും ഭയങ്കര അടിപൊളിയാണ് കേട്ടോ. ഡാർക്ക് സ്പോട്ട്സൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഫീഡാക്കാനായിട്ട് സഹായിക്കും. അടുത്തതായിട്ട് ചേർത്ത് കൊടുത്തത് തൈരാണ്. തൈര് നമ്മൾ യൂസ് ചെയ്യുന്നത് നമുക്കിപ്പോൾ ഒരു സൺ ടാൻ ഉണ്ട്, വെയിലേറ്റ കരിവാളിപ്പുണ്ട്, ഡെഡ് സെൽസ് ഉണ്ട്, ഇതൊക്കെ ഉണ്ടെങ്കിൽ ഇതൊക്കെ മാറ്റാനായിട്ട് തൈര് നന്നായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യും. സോ ഈ 3 ഇൻഗ്രീഡിയൻസും നന്നായിട്ട് മിക്സ് ആക്കുക. ഇനി നിങ്ങൾക്ക് സൺ ടാൻ ഭയങ്കര കൂടുതലാണ്, മുഖത്ത് പിഗ്മെൻറ്റേഷനും കൂടുതലാണെങ്കിൽ ഇതിനോടൊപ്പം നിങ്ങളൊരു തക്കാളി അരച്ചിട്ട് അതിൻ്റെ നീരും കൂടെ ഒരു 2 സ്പൂൺ ചേർത്ത് കൊടുക്കുക. അപ്പോൾ അതിനനുസരിച്ച് നമ്മുടെ അരിപ്പൊടിയുടെ അളവിലൊക്കെ മാറ്റങ്ങൾ വരുത്തുക. ബാക്കി 3 ഇൻഗ്രീഡിയൻറ്റും ഇത് തന്നെ എടുക്കുക. ഓവറായിട്ട് പിഗ്മെൻറ്റേഷൻ ഉണ്ട്, നല്ല ഡീപ്പായിട്ടുള്ള ഡാർക്ക് സ്കിൻ ഉണ്ടെങ്കിൽ അത് മാറ്റാനായിട്ട് തക്കാളിയുടെ നീരും കൂടെ നിങ്ങൾക്കിതിലോട്ട് ചേർത്ത് കൊടുക്കാം. തക്കാളി മുഴുവനായിട്ട് അരച്ചിട്ട് അതിൻ്റെ ജ്യൂസ് എടുക്കുന്നതാണ് നല്ലത്. ഓക്കെ, അപ്പോൾ ഇനി ഇത് നിങ്ങൾക്ക് തൈര് പറ്റത്തില്ല ഉള്ളവരാണെങ്കിൽ തൈര് സ്കിപ്പ് ചെയ്തിട്ട് നിങ്ങൾക്ക് പാല് ചേർത്ത് കൊടുക്കാം. പിന്നെ തൈരും പാലും ഡയറി പ്രോഡക്ട്സ് ഒന്നും തന്നെ നിങ്ങൾക്ക് സൂട്ടബിൾ അല്ല എന്നുണ്ടെങ്കിൽ, ഓയിലി സ്കിൻ ആണ്, നിറയെ പിമ്പിൾസ് വരുന്നുണ്ട്, സോ ഇതൊന്നും യൂസ് ചെയ്യാനായിട്ട് പറ്റില്ലെങ്കിൽ ഈ ഒരു തൈരിന് പകരമായിട്ട് നമുക്ക് തക്കാളിയുടെ ജ്യൂസ് മാത്രമായിട്ട് യൂസ് ചെയ്യാം. അത് നല്ലതാണ് കേട്ടോ, നമുക്ക് സൺ ടാൻ മാറ്റാനും സഹായിക്കും. പിന്നെ ബ്രേക്കൗട്ട്സും പിമ്പിൾസും ഉണ്ടെങ്കിൽ അതും ക്യൂറാക്കും. സോ തക്കാളിയുടെ നീര് നിങ്ങൾക്ക് സെൻസിറ്റീവ് സ്കിന്നാണ്, ബ്രേക്കൗട്ട്സും പിമ്പിൾസും ഉള്ള സ്കിന്നാണെങ്കിൽ അതൊരു നല്ലൊരു ഓപ്ഷനാണ്. സോ നിങ്ങൾക്കത് യൂസ് ചെയ്യാം. ഇനി നിങ്ങൾക്ക് ഇങ്ങനത്തെ പാക്സൊക്കെ ഫസ്റ്റ് ടൈമാണ് നിങ്ങൾ യൂസ് ചെയ്യുന്നതെങ്കിൽ, ഇതുവരെയും ഒന്നും സ്റ്റാർട്ട് ചെയ്യാത്തവരാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ പാച്ച് ടെസ്റ്റ് ചെയ്ത് നോക്കണം. ഈ ചെവിയുടെ പുറകിലായിട്ട് കഴുത്തിലൊക്കെ ഒന്ന് ടെസ്റ്റ് ചെയ്തിട്ട് വേണം ഫേസിലോട്ട് അപ്ലൈ ചെയ്യാൻ. ഓക്കെ, ഇനി ഡ്രൈ സ്കിൻ ഉള്ളവർക്ക് ഇത് തന്നെ മതി കേട്ടോ. പാലും തൈരും വെച്ചിട്ട് തന്നെ നിങ്ങൾക്ക് ചെയ്യാം, നന്നായിട്ട് സ്കിന്നിൽ വർക്ക് ആവും. മുഖം മേക്കപ്പ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ റിമൂവ് ചെയ്യുക, എന്നിട്ട് മേക്കപ്പ് ക്ലെൻസർ വെച്ചിട്ട് റിമൂവ് ചെയ്യുക. ഇനി ഒരുപാട് പൊടി അടിച്ചിട്ടുണ്ടെങ്കിൽ അതും നിങ്ങൾക്കൊന്ന് മേക്കപ്പ് വൈപ്സ് ഒക്കെ ഉണ്ടല്ലോ, മേക്കപ്പ് ക്ലെൻസർ വൈപ്സ് ഒക്കെ യൂസ് ചെയ്തിട്ട് ഒന്ന് ഡീപ്പ് ക്ലീൻ ചെയ്യാം. അപ്പം പൊടിയും അഴുക്കൊക്കെ പോർസിനിടയിൽ പറ്റിപ്പിടിച്ചിരിക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ പോകും. അതുപോലെ തന്നെ നമുക്ക് ഫേസ് വാഷും യൂസ് ചെയ്തിട്ട് പുറത്തൊന്നും നമ്മളിന്ന് പോയിട്ടില്ല, പൊടിയൊന്നും അടിച്ചിട്ടില്ല എന്നാണെങ്കിൽ നമുക്ക് സാധാരണ ഫേസ് വാഷ് മാത്രം യൂസ് ചെയ്ത് ഒന്ന് മുഖം കഴുകിയതിനു ശേഷം ഇത് യൂസ് ചെയ്യാം. പിന്നെ ഇത് ഏതൊരു സമയത്ത് വേണമെങ്കിലും യൂസ് ചെയ്യാവുന്ന പാക്കാണ്. ബെറ്റർ നമുക്ക് രാത്രി ട്രൈ ചെയ്യാം, അതിപ്പോൾ നിർബന്ധമുള്ള കാര്യമല്ല. പക്ഷേ ഈ ഒരു പാക്ക് ഇട്ടിട്ട് നമ്മൾ പുറത്ത് പോകുന്നുണ്ടെങ്കിൽ അത് നമ്മളൊന്ന് അവോയ്ഡ് ചെയ്യുന്നത് നല്ലതായിരിക്കും. ഇൻ കേസ് നിങ്ങളിതിട്ടു പുറത്ത് പോകേണ്ട ഒരു അത്യാവശ്യ ഘട്ടം ഉണ്ടെങ്കിൽ സൺസ്ക്രീൻ യൂസ് ചെയ്തിട്ട് പോവാം.
അവോയ്ഡ് ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മളിത് പുറത്ത് പോകുന്നതിന് തൊട്ട് മുന്നേ ആയിട്ട് ഒഴിവാക്കുക. എമർജൻസി എന്തെങ്കിലും സിറ്റുവേഷൻ ആണെങ്കിൽ നമുക്കത് പോകുന്നതിന് മുന്നേ ഒരു സൺസ്ക്രീൻ യൂസ് ചെയ്യാം. നല്ല പവർഫുള്ളായിട്ടുള്ള ഒരു SPF 50 ഒക്കെ ഉള്ളൊരു സൺസ്ക്രീൻ യൂസ് ചെയ്യുന്നതാണ് നല്ലത്. എല്ലാ ദിവസവും നമുക്ക് ഈ ഒരു പാക്ക് യൂസ് ചെയ്യുന്ന സമയത്ത് ഒരേപോലെ ഇരിക്കില്ലല്ലോ സാഹചര്യങ്ങൾ, അതുകൊണ്ട് ആ ഒരു കാര്യം പറഞ്ഞത്. സോ ഈ ഒരു ഫേസ് പാക്ക് നിങ്ങൾ എപ്പോഴൊക്കെ യൂസ് ചെയ്യണം എന്ന് വെച്ചാൽ ആഴ്ചയിൽ ഒരു 3-4 ദിവസം യൂസ് ചെയ്യണം. എന്നാൽ മാത്രമാണ് നമുക്ക് നല്ല രീതിയിലുള്ള റിസൾട്ട് അറിയാൻ പറ്റുള്ളൂ. പെട്ടെന്ന് നമുക്ക് ആ ഒരു മാറ്റം നമ്മുടെ ഫേസിൽ വിസിബിളായിട്ട് കാണുള്ളൂ. അതുകൊണ്ട് തന്നെ നിങ്ങളിതൊരു 3 ദിവസമെങ്കിലും, മിനിമം 3 ദിവസമെങ്കിലും യൂസ് ചെയ്യണം. ആഴ്ചയിൽ ഒരു 4 ദിവസമൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും ചെയ്യുക. അങ്ങനെ റെഗുലറായിട്ട് ഒരു 3 ദിവസം, ആഴ്ചയിൽ 3 ദിവസം വെച്ച് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് ജസ്റ്റ് വാഷ് ചെയ്യുന്ന സമയത്ത് നിറയെ വെള്ളം തളിച്ചിട്ട് വാഷ് ചെയ്യുക. ഒരു 15 മിനിറ്റ് ഇത് വെച്ചേക്കണം. 10 മുതൽ 15 മിനിറ്റ് വരെ വെച്ചേക്കുക. എന്നിട്ട് നമുക്കിത് വാഷ് ചെയ്യാം. അങ്ങനെ വാഷ് ചെയ്യുന്ന സമയത്ത് ആഴ്ചയിൽ ഒരു 2 ദിവസം നിങ്ങളിതൊന്ന് സ്ക്രബ് ചെയ്ത് വാഷ് ചെയ്യുക. വെള്ളം നിറയെ തളിച്ചു കൊടുക്കുക. കുതിർന്ന് വരുമ്പോഴേക്കും ജസ്റ്റ് ഒന്ന് സർക്കുലർ മോഷനിൽ സ്ക്രബിങ് മസാജ് കൊടുത്തിട്ട് വാഷ് ചെയ്യുക. അപ്പോൾ സ്കിന്ന് നന്നായിട്ട് സോഫ്റ്റ് ആകും. ആഴ്ചയിൽ ഒരിക്കലെങ്കിലും നമ്മൾ അങ്ങനെ ചെയ്യുന്നത് നമ്മുടെ ഡെഡ് സെൽസ്, അതായത് കുറേ നാൾ കൊണ്ട് പഴകിയ സെൽസ് ഓൾറെഡി കുറേ അത് നമുക്ക് താനേ അങ്ങനെ പോകുന്നതാണ്, അത് പൊക്കോളും. പക്ഷേ ഒരു ഹാർഡായിട്ടുള്ള സ്കിന്ന് ഉണ്ടാവും. അത് മാറ്റാനായിട്ട് നമുക്ക് ഈ ഒരു സ്ക്രബ് യൂസ് ചെയ്യാം. ഫിസിക്കൽ എക്സ്ഫോളിയേറ്ററായിട്ട് ഈ ഒരു പാക്ക് നമുക്ക് നന്നായിട്ട് വർക്കാവും. സോ നല്ല ഒരു മസാജ് കൊടുക്കുക, എന്നിട്ട് വാഷ് ചെയ്യുക. അപ്പോൾ പോകാത്ത ഡെഡ് സെൽസ് ഏതെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ ഫുള്ളായിട്ട് റിമൂവ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. പിന്നെ മൂക്കിനവിടെയൊക്കെ നല്ല മസാജ് കൊടുക്കുകയാണെങ്കിൽ ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും റിമൂവ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ്. സോ ബ്ലാക്ക് ഹെഡ്സ് വൈറ്റ് ഹെഡ്സ് ഒന്നും വരാതിരിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങളിത് ചെയ്ത് കൊടുക്കുക. കണ്ടിന്യൂസ് ആയിട്ട് ഇതൊന്ന് ചെയ്യുമ്പോഴേക്കും നമുക്കതൊക്കെ മാറിക്കിട്ടും. പിന്നെ ഈ മുഖക്കുരുവൊക്കെ ഉള്ളവരാണെങ്കിൽ ഒരിക്കലും നിങ്ങൾ സ്ക്രബ് ചെയ്യരുത്. അത് നിങ്ങൾക്ക് എത്ര നാൾ, ഒരാഴ്ചയായി 2 ആഴ്ചയായി മുഖക്കുരു എല്ലാം മാറിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒരിക്കലും നിങ്ങൾ സ്ക്രബ് ചെയ്യരുത്. അറ്റ്ലീസ്റ്റ് ആ ഒരു ഏരിയ സ്കിപ്പ് ചെയ്യെങ്കിലും വേണം. സോ അത്രയേ ഉള്ളൂ. അപ്പോൾ ഞാനിവിടെ ഫേസിൽ ഒരു 15 മിനിറ്റ് വെച്ചിട്ട് വാഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഞാനിവിടെ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് എൻ്റെ മോയ്സ്ചറൈസറാണ്. ഞാൻ അലോവേര ജെല്ലാണ് യൂസ് ചെയ്യുന്നത്. ധാത്രിയുടെ അലോവേര ജെല്ലാണ്. അപ്പോൾ ഞാൻ മുന്നത്തെ വീഡിയോസിലൊക്കെ ഡീറ്റെയിൽ ആയിട്ട് അതിനെപ്പറ്റി പറഞ്ഞിട്ടുണ്ട്. ഒരു ഡീസൻ്റ് ആയിട്ടുള്ള അലോവേര ജെല്ല് നോക്കുന്നുണ്ടെങ്കിൽ നല്ലൊരു ഓപ്ഷൻ ആയിരിക്കും. ഞാനിവിടെ ലിങ്ക് ടാഗ് ചെയ്ത് കൊടുത്തിട്ടുണ്ടാവും. തീർച്ചയായിട്ടും നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കണം. ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഡീറ്റെയിൽസ് എല്ലാം അറിയാനായിട്ട് പറ്റും. ഡിസ്ക്രിപ്ഷനൊക്കെ വായിച്ചു നോക്കിയാൽ മതി, ഡീറ്റെയിൽസൊക്കെ അറിയാൻ പറ്റും. കണ്ടോ, നമ്മുടെ സ്കിന്ന് ഭയങ്കരമായിട്ട് ഗ്ലോ ആകുന്നുണ്ട്. കാര്യം വേറൊന്നുമല്ല, തൈര് യൂസ് ചെയ്തത് കൊണ്ടാണ് ഇത്രയും ഗ്ലോ വന്നത്. കാര്യം തൈര് നന്നായിട്ട് നമ്മുടെ സ്കിന്നെ മോയ്സ്ചറൈസ് ചെയ്യും. നല്ല കട്ട തൈരാണ് ഞാൻ യൂസ് ചെയ്തത്. അതിൻ്റേതായ ഒരു ഗ്ലോ ഇപ്പോൾ അറിയാൻ പറ്റുന്നുണ്ട്. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സൂപ്പർ വർക്കിംഗ് ആയിട്ടുള്ള ഒരു പാക്കാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിച്ചാൽ മതി കേട്ടോ. തീർച്ചയായിട്ടും ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ. അടുത്ത വീഡിയോയിൽ കാണാവേ.